നമസ്കാരം. പല കുറ്റകൃത്യങ്ങളും ചെയ്ത് ജനശ്രദ്ധ നേടിയ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പല പേരുകളിലാണ് അവർ അറിയപ്പെടുന്നതും. ഈ വിഭാഗത്തിൽ സ്ത്രീകൾ വളരെ കുറവാണെങ്കിലും ഉള്ള സ്ത്രീകളെല്ലാം ആളുകളിൽ പേടി സ്വപ്നമാവാറുണ്ട്. അത്തരത്തിൽ ഒരാളാണ് റിവോൾവർ റാണി. ഇതൊരു സിനിമാ പേരല്ലേ എന്ന് നിങ്ങൾ കുറച്ചുപേരെങ്കിലും ചിന്തിച്ചു കാണും. ശരിയാണ്, ഇതൊരു സിനിമാ പേര് തന്നെയാണ്. എന്നാൽ ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. അതാണ് യഥാർത്ഥ റിവോൾവർ റാണിയുടെ കഥ. ഇനി ആരാണ് ഈ സ്ത്രീ? ഇവരെ എന്തിനാണ് ആളുകൾ ആ പേരിൽ വിശേഷിപ്പിച്ചിരുന്നത്? നമുക്ക് നോക്കാം. രാഷ്ട്രീയവും പ്രണയവും ഇഴചേർന്ന ഒരു ആക്ഷേപഹാസ്യ പ്രണയ കഥയായിരുന്ന റിവോൾവർ റാണി എന്ന ചിത്രം 2014 പുറത്തിറങ്ങുന്നത്. കങ്കണ റണാവത്ത് ആയിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അനുരാധ ചൗധരി എന്ന ഒരു സ്ത്രീ ഗുണ്ടാ നേതാവിന്റെ യഥാർത്ഥ ജീവിതമായിരുന്നു സിനിമയിൽ കാണിച്ചിരുന്നത്. മാഡം മിൻസ് എന്നും റിവോൾവർ റാണി എന്നും അറിയപ്പെട്ട അനുരാധ ചൗധരി 12/3/2024 ചൊവ്വാഴ്ച വിവാഹിതയായിരിക്കുകയാണ്. മറ്റൊരു ഗുണ്ടാ നേതാവായ കാല ജഡിഡിയെ ആണ് വിവാഹം ചെയ്യുന്നത്. അതും കോടതി അനുമതിയോടെ 200 പോലീസുകാരുടെ കാവലിൽ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാകുമല്ലേ? 2 ഗുണ്ടകൾ തമ്മിലുള്ള വിവാഹത്തിന് 200 പോലീസുകാരുടെ കാവലുണ്ടാകുമെന്നത് അത്ര വലിയ കാര്യമായി കാണേണ്ടതില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഈ ലേഡി ഗുണ്ടയുടെ ജീവിതകഥ നിങ്ങളെ അതിശയിപ്പിക്കും. MBA വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ ഫെലിക്സ് ദീപക് മിൻസ് എന്ന ആളുമായി അനുരാധ പ്രണയത്തിലായിരുന്നു. എന്നാൽ അനുരാധയുടെ ബന്ധുക്കൾ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. ഇരു വീട്ടുകാരുടെയും എതിർപ്പ് അവഗണിച്ച് പക്ഷേ ഇരുവരും വിവാഹിതരായി. ഷെയർ ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് കടന്ന ഇരുവർക്കും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ ആദ്യകാലത്ത് വലിയ ലാഭം നേടാനായി. എന്നാൽ പതിയെ അനുരാധ ബിസിനസിന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടു. അങ്ങനെ ഒരുപാട് പണം നഷ്ടമായ അനുരാധ വലിയ കടക്കെണിയിലായി. പരാതിയുമായി അവർ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് കേസ് താമസിപ്പിച്ചു. ഇതിനിടെ ബാധ്യത തീർക്കാൻ അനുരാധ ക്രിമിനൽ സംഘങ്ങളുമായി കൈകോർത്തു. ഇവിടെ നിന്നുമാണ് മാഡം മിൻസ് എന്ന ലേഡിയുടെ ഗുണ്ടാ ജീവിതത്തിന്റെ തുടക്കം. അങ്ങനെ തുടക്കത്തിൽ ബൽബീർ ബനുദ എന്ന കുറ്റവാളി രാജസ്ഥാനിലെ ഗുണ്ടാ സംഘ തലവനായ ആനന്ദ് പാൽ സിംഗിനെ അനുരാധയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആനന്ദ് പാലിൽ നിന്നും സാമ്പത്തിക സഹായം തേടിയ മാഡം മിൻസ് പതുക്കെ സംഘത്തിലെ ഒരംഗമായി മാറുകയായിരുന്നു. ഇത്തരം സംഘങ്ങളുടെ കൂടെ നിന്നാൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന് അനുരാധ മനസ്സിലാക്കി. അനുരാധ ഇവരുടെ സംഘത്തിലേക്ക് എത്തിയതോടെ ആനന്ദ് പാൽ മാന്യമായ വസ്ത്രം ധരിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ആരംഭിച്ചെന്ന് ഹരിയാന പോലീസ് രേഖകളിൽ പറയുന്നു. ഈ സംഘത്തിന്റെ കൂടെ ഉള്ളപ്പോഴാണ് അനുരാധ AK-47 സ്ഥിരമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മാഡം മിൻസ് റിവോൾവർ റാണിയായി മാറുന്നത്. വളരെ വേഗം സംഘത്തിലെ ഉയർന്ന സ്ഥാനം അനുരാധ കൈക്കലാക്കി. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ, പണം തട്ടൽ, ഇങ്ങനെ സംഘത്തിന്റെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും റിവോൾവർ റാണിയും എളുപ്പത്തിൽ ഭാഗമായി. ഗുണ്ടാ ജീവിതത്തിനിടയിൽ പല വ്യക്തികളുമായും അനുരാധ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ഗുണ്ടാ നേതാവായ സന്ദീപ് കാല എന്ന കാല ജഡ്ഡി ഇപ്പോൾ ജയിലിലാണ്. വിവാഹത്തിനായി അയാൾക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ സോനെപത്തിലെ ജതേരി ഗ്രാമത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തൊക്കെയായാലും പോലീസ് സേനയുടെ അകമ്പടിയോടെ വിവാഹിതരാകാൻ വേണം ഒരു യോഗം. വാർത്തയുടെ നിറം തേടി തനി നിറം.